الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أفمن كان مؤمنا كمن كان فاسقا لا يستوون يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ജോലിയില്ലാതെ വന്നു, അല്ലെങ്കിൽ മക്കൾക്ക് രോഗം വന്നു,
ഇങ്ങനെ ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം മാറിക്കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ കുത്തുബിയത്ത് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഗദ്യപദ്യ രൂപത്തിലുള്ള ഈരടികളും സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ ഫതഹുൽ റബ്ബാനി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, ഇത് തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കുത്തുബയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഏത് പാതയിലൂടെയാണോ നമ്മളെ സന്മാർഗത്തിലേക്ക് നയിച്ചത്, ആ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകണം. സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജനിക്കുന്നത് ഹിജറ 470-ലാണ്. ഈ ഡേറ്റ് നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇന്ന് ദർസുകളിൽ 8ാം ക്ലാസ് മുതൽ ഭൂരിഭാഗം മദ്രസകളിലും ഔലിയാക്കളുടെ കഥകൾ പറഞ്ഞ്, മാലകൾ പറഞ്ഞ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ചരിത്രങ്ങളൊക്കെ ഈരടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിപ്പിച്ച് അവസാനം +1 +2 കഴിഞ്ഞിട്ട് ശരീഅത്ത് കോളേജ് എന്ന് പറഞ്ഞ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പഠിക്കുന്നു. പഠിച്ചിറങ്ങി പുറത്തിറങ്ങിയ അവരോട് ചോദിക്കുകയാണ്, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്നാണ് ജീവിച്ചത് എന്ന് ചോദിച്ചാൽ അവർ ഹിജറ 470 എന്നൊരു ഉത്തരം പറയുകയില്ല. വഫാത്തായത് എന്നാണ്? ഹിജറ 561. അപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജീവിച്ചിരുന്നത് 91 വയസ്സ് വരെയാണ്. 91 വയസ്സ് വരെ ജീവിച്ചിരുന്ന മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള യഹൂദികളും ക്രിസ്ത്യാനികളും ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം ആ മഹാനവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തില് ആ കാലഘട്ടത്തിൽ 5000 പേരോളം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നിങ്ങളൊന്ന് ചിന്തിക്കണം. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ കാലഘട്ടം ആ മഹാനവരുടെ പ്രവർത്തനം മൂലം നിരന്തരമായ പ്രവർത്തനമാണ്. നാട്ടിലെ പല പീഡനങ്ങളും ശകാരങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പ്രസിദ്ധമായ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ജനങ്ങൾ 3 രീതിയിലാണ് അവിടുന്ന് ഉദ്ബോധനം നടത്തിയത്. ഒന്ന് സാധാരണക്കാരായ ജനങ്ങളെ, രണ്ടാമത് പണ്ഡിതന്മാരെ തിരുത്തി. നമ്മളിന്ന് എങ്ങനെയാ നമ്മുടെ പ്രബോധനം ഏതെങ്കിലും ഒരു രീതിയിൽ സാധാരണക്കാരോട് പറയും, പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോവുകയില്ല. മൂന്നാമത് ഭരണാധികാരികളെയും തിരുത്തി. അങ്ങനെയാണ് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ പ്രവർത്തനം. നമ്മളിന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാറുണ്ടോ? അപ്പൊ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ ജീവിതത്തിൽ ഏകദേശം 5000-ൽ പരം അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭയപ്പെട്ടു. ആരെ? ഇദ്ദേഹം എങ്ങനെ പോയാൽ ശരിയാവുകയില്ല. ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ബുക്ക്, ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം വെളിച്ചം കണ്ടാൽ, മുസ്ലിങ്ങൾ തന്നെ പഠിച്ചാൽ എന്ത് ചെയ്യാം? അത് വളരെ സമൂഹത്തില് മുസ്ലിം ജനസംഖ്യ നല്ല രീതിയിൽ ജീവിക്കും. നിങ്ങൾ ഏത് വിഷയം നമ്മുടെ സമൂഹം ലോകത്ത് എടുത്തു നോക്കിയാല് ഒരു മുസ്ലിം ഒരു കള്ളു കുടിക്കുന്ന രീതിയിൽ വന്ന് അവനെ സമൂഹം വളരെ ഇഷ്ടപ്പെടും. ഒരു മുസ്ലിം വ്യഭിചാരത്തിലേക്ക് പോയാൽ അവനെ സമൂഹം ഏറ്റെടുക്കും. ഒരു മുസ്ലിം അതുപോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തന്ന ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അവനെ എല്ലാവരും സമൂഹം ഏറ്റെടുക്കും. അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജനങ്ങളെയും പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും തിരുത്തിയപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കള് പല രീതിയിൽ ഇതിനെ ഇല്ലാതാക്കാൻ നോക്കി. അങ്ങനെ അതിന്റെ ഫലമായിക്കൊണ്ടാണ് ഹിജറ 11 മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജനിക്കുന്ന ഹിജറ നമ്മൾ നൂറ്റാണ്ട് പറയുന്ന 5ാം നൂറ്റാണ്ട്. ഹിജറ 11 തമിഴ്നാട്ടിൽ ജനിച്ച സ്വതക്കത്തുള്ള മുസ്ലിംകാര് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് വന്ന് സ്വപ്നത്തിൽ പറയുകയാണ്, അങ്ങ് ധാരാളം മധു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് എന്നെ പറ്റി ഒന്നും എഴുതുന്നില്ല? എന്നെ പറ്റി എഴുതാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഏത് സ്വപ്നത്തിൽ? ആ സ്വപ്നത്തിന്റെ ഫലമായിക്കൊണ്ടാണ് സ്വതക്കത്തുള്ള മുസ്ലിംകാരെ കുത്തുബിയത്ത് എഴുതിയത്.
ആലോചിച്ചുകൊണ്ട് സ്വപ്നത്തിന്റെ നമുക്കറിയാം ഇസ്ലാമിൽ പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയായിട്ട് വരും, അത് ദീനായിട്ട് വരും. ബിലാൽ റളിയല്ലാഹു സ്വപ്നം കണ്ട് ബാങ്കിന്റെ ലഫ്ലുകൾ നമുക്ക് കുത്തുബയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ സ്വപ്നം മാത്രമാണ് ഇസ്ലാമിൽ തെളിവ്. കാരണം ആ ബാങ്കിന്റെ ലഫ്ലുകൾ സ്വപ്നം കണ്ടതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതോടൊപ്പം വഹി ഇറങ്ങി. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ സ്വപ്നം ഇസ്ലാമിൽ ബാങ്കിൽ തെളിവായിക്കൊണ്ട് നമുക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു തന്നത്. അപ്പൊ വഹിയായിട്ട് യോജിച്ചു വന്നത്. ബാക്കി ആരുടെയും സ്വപ്നം ഇസ്ലാമിൽ ഒരു കർമ്മം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത് സത്കർമ്മമായിട്ട് സ്വീകരിക്കുമില്ല. ഇത് ഹിജറ 470 ജനിച്ച മൊയ്‌ദീൻ ശൈഖിനെ ഹിജറ 11-ാം നൂറ്റാണ്ട് 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വപ്നത്തിൽ കണ്ടിട്ട് സ്വപ്നത്തിൽ എഴുതിയ വിഷയമാണ് കുത്തുബിയ്യത്ത്. സഹോദരന്മാരെ നമ്മൾ വളരെ ഭയക്കണം. കാരണം എന്താ, നമ്മുടെ സമുദായം എത്രത്തോളം മതപ്പതിച്ചു എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീനിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ എത്രത്തോളം ജനങ്ങൾ പണ്ഡിതന്മാർ പിന്നോട്ട് വലിച്ചു എന്ന് ഈ ഗ്രന്ഥം മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹിയുടെ ഫത്വൽ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹിയുടെ ആദർശം വേറെ, നമ്മുടെ നാട്ടിൽ കാണുന്ന ആദർശം വേറെ. നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ഏടുകളിൽ ഇവിടെ എത്തിപ്പിടിപ്പിച്ചിട്ടുള്ള മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്താ പറയുന്നത്, അല്ലാഹു എടുത്ത ഒരു റൂഹ് ചോദ്യം ചെയ്യും, അതെന്റെ മുരീദിന്റെ റൂഹ, അത് തിരിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അങ്ങനെ പറയുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ, മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹിന്റെ ഫത്വൽ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പഠിപ്പിച്ചതാണ് ഫത്വൽ റബ്ബാനിയിലൂടെ, ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, പിശാച് നിനക്കെതിൽ കുതന്ത്രം പ്രവർത്തിച്ചിരിക്കുകയാണ്, പിശാച് നിന്നെ വഴിതെറ്റിപ്പിച്ചിരിക്കുകയാണ്. നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങൾ നിനക്ക് അലങ്കാരമായി കാട്ടിത്തരുകയാണ് പിശാച്. എന്താ ഏതിലാ പറയുന്നത്? മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഫത്വൽ റബ്ബാനി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുകയാണ്, നിന്റെ കളവ് പറച്ചിലുണ്ടല്ലോ, നിന്റെ നീച പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം പിശാച് നിനക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചു തരികയാണ്. വളരെ ചിന്തിക്കണം. മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഫത്വൽ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എപ്പോൾ? എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ്? ഇന്ന് നമുക്കറിയാം, ഇന്ന് ഹിജറ 1447 ഇത് എത്രയോ ഹിജറ 470-നും ഹിജറ 560-നും ഇടയ്ക്കാണ് മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജീവിച്ചിരുന്നത്. അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഫത്വൽ റബ്ബാനി എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്, തക്ദിബു, നീ കളവ് പറയുകയാണ്. നമ്മളോട് പറയും, ചിന്തിക്കണം. ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് നമ്മളെ വിലയിരുത്തണം. തക്ദിബു, നീ കളവ് പറയുന്നവനാണ്. ഫത്വൽ റബ്ബാനി എന്ന ഗ്രന്ഥത്തിലൂടെ മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഉപദേശിക്കുന്ന മുസ്ലിങ്ങളെയാണ്, നീ കളവ് പറയുന്നവനാണ്. നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നവനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ചിന്തിക്കണം. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലുള്ള പൗരോഹിത്യത്തിൻ്റെതായ പണ്ഡിതന്മാര് ഫത്വൽ റബ്ബാനി വെച്ച് എവിടെയും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ജനങ്ങളെ ഉദ്ബോധിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫത്വൽ റബ്ബാനി എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഗ്രന്ഥം മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്ക്ക് ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം എന്താ, തക്ദിബിനെ കളവ് പറയുന്നവരാണ്. എങ്ങനെയാണ് നീ കളവ് പറയുന്നത്? ഈവൻ ഇൻ യുവർ പ്രേയേഴ്സ്, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നവരാണ്. പഠിപ്പിക്കുകയാണ്, നീ നിന്റെ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നവനല്ലേ? Because you say God is the great. ചിന്തിക്കണം. മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അതേപോലെ നമ്മൾ പഠിച്ചു വെക്കണം. നിന്റെ നമസ്കാരത്തിൽ നമ്മൾ എന്താ പറയണം? അല്ലാഹു അക്ബർ. ഇവിടെ രണ്ട് കാര്യമാണ് മൊയ്‌ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞത്, നിന്റെ നാവ് കൊണ്ട് പറഞ്ഞത്
നിന്റെ ഹൃദയത്തിലുണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. നീ അല്ലാഹു അക്ബർ നമ്മൾ പറയുന്നു അല്ലേ, വളരെ മഹത്തായ ഒരു വചനമാണ്. ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നിന്റെ മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല? നിന്റെ മനസ്സിൽ ധാരാളം ആരാധ്യന്മാരെ വെച്ചുകൊണ്ട് നീ അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. നിന്റെ ഹൃദയത്തിൽ ധാരാളം ഇലാഹുകളുണ്ട്, ധാരാളം മഅബൂദുകളുണ്ട്, ധാരാളം ആരാധ്യന്മാരുണ്ട്. ആ ആരാധ്യന്മാരെ നിന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നീ കളവ് പറയുന്നവനാണ്. നിന്റെ നമസ്കാരത്തിൽ പോലും എന്ന് ഫത്വൽ റബ്ബാനി എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും നമ്മുടെ എല്ലാത്തിനേക്കാളും അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ, നമുക്കൊരു രോഗങ്ങൾ വന്നാൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തിരിയുകയാണ്, പള്ളിയിലേക്ക് പോയാണ്, ഉസ്താദിനോട് പറയുകയാണ് എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്. ഉസ്താദ് എന്താ മറുപടി കൊടുക്കുന്നത്? നീ എന്ത് ചെയ്യണം? നീ പള്ളിയിൽ ഒരു കുത്തുബിയത്ത് നടത്തണം, നീ ഒരു കുത്തുബിയത്ത് നടത്തണമെന്നാണ് ഉസ്താദുമാര് കൊടുക്കുന്ന മറുപടി. സഹോദരന്മാരെ സഹോദരിമാരെ, ഫത്വൽ റബ്ബാനിയിലൂടെ എന്താണ് ആരാധ്യ ഇലാഹ് എന്ന് പറയുകയാണ്. ആര് പഠിപ്പിച്ചതിനെ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നു. കുല്ല ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. നീ ഭയപ്പെടുന്നവനും അതുപോലെ നീ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ആരെയാണോ? കുല്ല ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. നീ ഭയപ്പെടുന്നു, നീ മോഹമർപ്പിക്കുന്നു, നിന്റെ പ്രശ്നങ്ങൾക്ക് നീ പ്രതീക്ഷ അർപ്പിക്കുന്ന ആരാണോ ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണ്. ഇന്ന് ധാരാളം സഹോദരന്മാർ സഹോദരിമാരും ഈ മാലയും മൗലിദൊക്കെ എടുത്ത് പാടുമ്പോൾ ചൊല്ലുന്നില്ലേ, എന്നും കൊടും മാമേഘം തോറുന്നേരത്ത് അവരെ വിളിച്ച് ദുആയിരുന്നെങ്കിൽ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണോ? ബദരീകളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആ സഹോദരന്മാരോട് ചോദിക്കണം, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണോ? അപ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ ദുആ ചെയ്യുന്നവരെ ഇലാഹാക്കിയിട്ടില്ല. ഇലാഹ് ഏകനായ അല്ലാഹു തന്നെയാണ്. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ ഫത്വൽ റബ്ബാനിയോട് പഠിപ്പിക്കുകയാണ്. കുല്ല ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. നിന്റെ മനസ്സ് എന്തിനാണോ ആശ്രയിക്കുന്നത്, നിന്റെ ശരീരത്തിലെ നിന്റെ ഹൃദയം എന്തിനാണോ ഭയപ്പെടുന്നത്, ഫഹുവ ഇലാഹുക. അപ്പോൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുമ്പോൾ അത് നിന്റെ ഇലാഹായിട്ട് മാറുകയാണ്. പൗരോഹിത്യം പറഞ്ഞ അത് ഇലാഹ് ഞങ്ങൾ ആക്കുന്നില്ല, ആക്കണ്ട. നീ അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ മതി, നിന്റെ ഇലാഹായി മാറുമെന്ന് ഫത്വൽ റബ്ബാനിയിലൂടെ ആര്? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയങ്ങൾ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ മഹാനായ പണ്ഡിതൻ എത്ര ത്യാഗം സഹിച്ചിട്ടാണ്, എത്രത്തോളം കഷ്ടപ്പെട്ട് തൗഹീദ് പറഞ്ഞതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനിലേക്ക്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നത്. അപ്പൊ ആ മഹാന്റെ റൂട്ട്, ആ സഞ്ചാര മാർഗം അങ്ങനെ പോയാൽ ശരിയായില്ലെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈരടികളും പാരടികളും എഴുതി നമ്മുടെ നാട്ടിലുണ്ടാക്കി അത് അള്ളാഹുവിന്റെ ഭവനത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള സ്ത്രീകൾക്ക്, ഉമ്മമാർക്ക്, പ്രായമായി അവർക്കറിയില്ല, അവര് നല്ല സംഭാവന ഭർത്താക്കന്മാരറിയാതെ കൊടുക്കും പള്ളിയിലേക്ക്. കുഞ്ഞിന്റെ രോഗം മാറാൻ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ. സഹോദരന്മാരെ സഹോദരിമാരെ, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പറയാണ്, ഖൽബിക ലാ യുവാഫിക ലിസാനുക, ഖൽബിക ലാ യുവാഫിക ലിസാനുക. നിന്റെ നാവ് കൊണ്ട് നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ലേ, അത് നിന്റെ ഖൽബുമായിട്ട് ചേരുന്നില്ല. നീ എന്താണോ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് അത് നിന്റെ ഹൃദയത്തോട് ചേരുന്നില്ല. നാവും ഹൃദയം രണ്ടായിട്ട് മാറുന്നു. സേ സംതിങ് ആൻഡ് ഡു അനദർ. ഒന്ന് പറയുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. നാവും ഹൃദയം യോജിക്കുന്നില്ല.
നീ പറയുന്ന വചനത്തോട് നിന്റെ പ്രവൃത്തിയും യോജിക്കുന്നില്ല. ലിസാനും ഖൽബും ചേരുന്നില്ല, അതുപോലെ തന്നെ ഖൗലും ഫിഅലും ചേരുന്നില്ല. അതുകൊണ്ടാണ് നീ കളവ് പറയുന്നവനാണ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹു ആയുസ്, നമ്മുടെ ജീവിതത്തിൽ ഉപജീവനത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ പ്രാർത്ഥിക്കുന്ന രീതി ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ നീ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കണമെങ്കിലും ആ പ്രാർത്ഥിക്കേണ്ട ഒരു പദമുണ്ട്. അതാണ് യാ റസ്സാഖ്. റസ്സാഖായ റബ്ബേ എന്ന് പറയണം, റാസിഖായ റബ്ബേ എന്ന് പറയണം. ഇതുപോലെ പ്രാർത്ഥിക്കേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാട്ടിൽ കാണുന്ന ഈരടികളും പാരടികളും പഠിച്ചു വെച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ അടുത്ത്, ഉസ്താദന്മാരുടെ അടുത്ത് നമ്മൾ പ്രശ്നം പറയുമ്പോൾ അവർ നമുക്ക് ചെയ്തു തരുന്ന വളരെ ഒരു ഉപകാരമാണ്, ജനങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നും, നന്ദിയായിട്ട് തോന്നും, ശുക്രായിട്ട് തോന്നും. പള്ളിയിലേക്ക് എന്ത് ചെയ്യണം? ഒരു കുത്തുബീത്ത് തരണം. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് ഇന്ന് കേൾക്കുന്നത് 1000 വട്ടം യാ മുഹീദ്ദീൻ എന്നുള്ള വാക്കാണ്. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഫത്വൽ റബ്ബാനിയിൽ പഠിപ്പിക്കുന്നു, ഇജ്അൽ ഖൽബിക മസ്ജിദ, ഇജ്അൽ ഖൽബിക മസ്ജിദ, മേക്ക് യുവർ ഹാർട്ട് ആസ് എ മസ്ജിദ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഫത്വൽ റബ്ബാനിയിൽ പറയാണ്, നിന്റെ ഹൃദയത്തെ നീ ഒരു മസ്ജിദാക്കണേ. വീണ്ടും പറയുന്നു, ലാ തദൂ മഅല്ലാഹി അബദാ. അങ്ങനെയുള്ള നിന്റെ ഹൃദയത്തിൽ പണിതിട്ടുള്ള, നീ പ്രഖ്യാപിച്ചിട്ടുള്ള, നീ സ്ഥാപിച്ചിട്ടുള്ള ആ പള്ളിയിൽ ലാ തദൂ മഅല്ലാഹി അബദാ, അല്ലാഹു അല്ലാത്തവരെ ആരെയും വിളിച്ച് നീ പ്രാർത്ഥിക്കരുത്. കമാ ഖാല അല്ലാഹു അസ്സ വജൽ, ഫത്വൽ റബ്ബാനിയിലൂടെ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്, കമാ ഖാല അല്ലാഹു അസ്സ വജൽ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഊ മഅല്ലാഹി അഹദാ എന്ന ആയത്ത് ഓതുകയാണ് പിന്നീട്. ചിന്തിക്കണം, നിന്റെ ഹൃദയത്തിൽ നീ ഒരു പള്ളി പണിയാണ്, ഏതെങ്കിലും നാട്ടിൽ പണിയാനല്ല. നിന്റെ ഹൃദയത്തിൽ പള്ളി പണിതിട്ട് ആ പള്ളിയിൽ നീ അല്ലാഹു അല്ലാത്തവരെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം ഫത്വൽ റബ്ബാനിയിലൂടെ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഓതിയ ആയത്തുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഊ മഅല്ലാഹി അഹദാ. എല്ലാ പള്ളികളും അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ കൂടെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ ആ ആയത്ത് പഠിപ്പിച്ചിട്ട്, ഈ മഹത്തായ ഗ്രന്ഥം പഠിപ്പിച്ചിട്ട് ആ മഹാനവറുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ആ മഹാനെ തന്നെ വിളിച്ച് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഏകാഗ്രത കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചം ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് യാ മുഹീദ്ദീൻ എന്ന് വിളിക്കുന്ന പൗരോഹിത്യം, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ ചിന്തിച്ചു നോക്കണം. പരിശുദ്ധ ഇസ്ലാമിനെ ആൾക്കാർ വെറുക്കുമോ? അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരാളും 9-10 മണിക്ക് ഒരു വാരത്തിൽ പോകുന്നവർ നിസ്കരിക്കാമെന്ന് നടക്കുന്നില്ല. കാരണം എന്താ? പള്ളി കുറ്റിയിട്ടിരിക്കുകയാണ്. പൗരോഹിത്യം മുസ്ലിംമാരുടെ അകത്താണ്, വിളിക്കുകയാണ്. ഏത്? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് നിന്റെ ഹൃദയത്തിൽ പള്ളി പണിയണം, ആ പള്ളിയിൽ അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ചിട്ട് പോയപ്പോൾ ആ പള്ളിയിൽ തന്നെ കുറ്റിയിട്ടിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആരാണോ പഠിപ്പിച്ചത് ആ മഹാനെ തന്നെ വിളിക്കുന്നവരാണ് സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മുടെ ഇടയിലുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കള് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹിന്റെ ഈ ഗ്രന്ഥത്തിൽ ഈ പുറം ലോകം കാണാൻ അനുവദിച്ചിട്ടില്ല, പുറം ലോകം കാണാൻ അത് അനുവദിച്ചില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ തടിച്ചാറുണ്ടല്ലോ. നമ്മളോട് അതാവ് ചോദിച്ചു. നമ്മുടെ ജീവിതത്തിലെ നമ്മൾക്ക് എല്ലാത്തിനും സമയം നമ്മൾ കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുപോലെയുള്ള മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതുപോലെ നമ്മൾ ജീവിച്ച് കാണിച്ച് നമ്മൾ ഈ ഇഹലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ പറയാൻ നമ്മൾ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയ പാതയിലൂടെ നമുക്ക് ജന്നത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ അവർ ധാരാളം ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് നടക്കുകയില്ല എന്നൊക്കെ ചിന്തിച്ചാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് പരലോകം നഷ്ടപ്പെടും.
മൊയ്തീൻ ശൈഖ് റഹിമഹുല്ലാഹ് ആ മഹാനവരുടെ ജീവിതത്തിൽ കാട്ടിത്തന്ന